നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഹെഡ്സ് അപ്പാരറ്റസ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ വാക്ക് തന്നെ നമുക്കറിയാം, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതായത് ഇലക്ട്രിസിറ്റി അവിടെ വരുന്നുണ്ട്, മാഗ്നറ്റിസം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഒരു ചാർജ് സ്റ്റേഷനറി ആണെങ്കിൽ നമുക്കറിയാം, ഇഫ് ദി ചാർജ് ഈസ് സ്റ്റേഷനറി ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഓൺലി ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ചാർജ് സ്റ്റേഷനറി ആയിട്ടൊരു ചാർജ് നിൽക്കുകയാണെങ്കിൽ അതിന് ചുറ്റും വിദ്യുത് ക്ഷേത്രം, അതായത് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും അതിന് ചുറ്റും ഉണ്ടാവുക. ഇഫ് ദി ചാർജ് ഈസ് മൂവിങ്, നേരത്തെ ലോറൻസ് ഫോഴ്സ് പഠിച്ചു, മൂവിങ് ചാർജ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് അഡീഷണലി എ മാഗ്നറ്റിക് ഫീൽഡ്. സോ മൂവിങ് ചാർജ് വിൽ പ്രൊഡ്യൂസ് in addition to electric field it will produce a magnetic field. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, if the charge is oscillating, ആ ചാർജ് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജ് will produce both electric and magnetic field. That means it will produce an electromagnetic wave. So an oscillating charge will produce electromagnetic wave. ഇപ്പോൾ ഒരു ചാർജ് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവും, മാഗ്നറ്റിസം. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഷേപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഈ രീതിയിൽ ഷേപ്പിൽ വരും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തത്, ആർട്ടിഫിഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഹെഡ്സ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ അയാളുടെ ഒരു ഡിവൈസാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഹെഡ്സ് അപ്പാരറ്റസ് ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. രണ്ട് പ്ലേറ്റ് എ, മെറ്റൽ പ്ലേറ്റ് ബി, ഇത് രണ്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതുപോലെ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ, ഇപ്പോൾ പ്ലേറ്റ് എ, പ്ലേറ്റ് ബി, ദേ ആർ കെപ്റ്റ് സെപ്പറേറ്റഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഇപ്പോൾ മെറ്റൽ പ്ലേറ്റിന്റെ പ്രത്യേകത, മെറ്റൽ പ്ലേറ്റ് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു സ്പിയർ ഉണ്ട്, ഇങ്ങനെ സ്പിയർ വെച്ചിട്ടുണ്ട്. അതുപോലെ പ്ലേറ്റ് ബിയിലും ഇവിടെ സ്പിയർ വെച്ചിട്ടുണ്ട്. സോ ദേ ആർ പ്ലേസ്ഡ് വെരി ക്ലോസ് ഈച്ച് അതർ. ഇത് പരസ്പരം മുട്ടിയിട്ടില്ല, ഈ സ്പിയറുകൾ തമ്മിൽ പരസ്പരം മുട്ടിയിട്ടില്ല. ദേ പ്ലേസ്ഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. സോ എന്ന് പറയാം, ഹെഡ്സ് അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് two metal plates A and B. The two metal plates are connected to two spheres as shown in the figure. രണ്ട് സ്പിയർ പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. Then a high tension, ഇതിന് ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഒരു ഹൈ ടെൻഷൻ സപ്ലൈ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. A high tension supply is connected between the two plates. ഈ രണ്ട് പ്ലേറ്റിനും കൂടി ഒരു ഹൈ ടെൻഷൻ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. And a metal detector, ഒരു മെറ്റൽ ഡിറ്റക്ടർ, it is connected suitable distance from the spheres. ആ രണ്ട് സ്പിയറിൽ നിന്നും കുറച്ച് അകലെയായിട്ട് there is a metal detector, ഒരു സർക്കുലർ മെറ്റൽ ഡിറ്റക്ടർ ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, the Hertz apparatus consists of two metal plates, plate A and plate B. The two metal plates are connected to two metal spheres as shown in the figure. So the two metal spheres A and B are connected to a high tension supply. And a metal detector, a circular metal detector is arranged at a suitable distance from the plates. ഇനി നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം രണ്ട് പ്ലേറ്റിനും ചാർജ് ഒന്നും ഉണ്ടാവില്ല. Now the high tension is turned on. High tension turned on ചെയ്യാണ്. Now the plates A gets negatively charged
and metal plate B gets positively charged. Plate A full item negative charge ആയിരിക്കുക. അപ്പം മെറ്റൽ ബി ഫുൾ ആയിട്ട് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. എയിലുള്ള ചാർജ് നേരെ സ്പിയറിൽ അക്യുമുലേറ്റ് ചെയ്യും. സ്പിയറിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ചാർജ് അക്യുമുലേറ്റ് ചെയ്യും സ്പിയറിൽ. അതുപോലെ ബി എന്ന് പറഞ്ഞ സ്പിയറിൽ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ പ്ലേറ്റ് എ ഫുൾ നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ നെഗറ്റീവ് ചാർജ് സ്പിയറിൽ അക്യുമുലേറ്റ് ചെയ്യും. ബി ഇതുപോലെ ഫുള്ളായിട്ടും ചാർജ് നെഗറ്റീവ് ചാർജ് ഫുള്ളായിട്ട് ഇതിലെ പോസിറ്റീവ് ചാർജ് ഫുള്ളായിട്ടും ഇതിലൂടെ വന്നിട്ട് സ്പിയറിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോ രണ്ട് ഇവിടെ നിറച്ചും ഇവിടെ ഫുള്ളായിട്ടും നെഗറ്റീവ് ചാർജ്, ഇവിടെ ഫുള്ളായിട്ടും പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും വളരെ അടുത്താണ് ഇരിക്കുന്നത്. സോ ഇലക്ട്രിക് ഡിസ്ചാർജ് വിൽ ടേക്സ് പ്ലേസ് ആൻഡ് again this is charged by high tension supply. അപ്പൊ ഇതിലെ ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാവും, ചാർജ് ഡിസപ്പിയർ ചെയ്യും, ഹൈ ടെൻഷൻ ഉപയോഗിച്ചിട്ട് വീണ്ടും ചാർജ് ചെയ്യും, വീണ്ടും ഈ സ്പിയറിൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്യും, വീണ്ടും ഡിസ്ചാർജ് ചെയ്യും. ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജിങ് ഡിസ്ചാർജിങ് നടക്കുന്ന മൂലം ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിച്ച് ഈസ് ഡിറ്റക്റ്റഡ് ബൈ ദി മെറ്റൽ ഡിറ്റക്ടർ എം. നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ എം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ഡിറ്റക്ട് ചെയ്യും. അപ്പൊ ഈ മെറ്റൽ ഡിറ്റക്ടർ എം, സോ ദിസ് വിൽ ആക്ട് ആസ് കപ്പാസിറ്റർ. ഇത് രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും, ഒരു കപ്പാസിറ്റർ ആക്ട് ചെയ്യും. സോ വി നോ ദി ഇക്വേഷൻ ഫോർ എഫ് ഈക്വൽ ടു 1/2 റൂട്ട് എൽ സി. സി എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പാസിറ്റർ ആക്ട് ചെയ്യും. ഇതിനിടയ്ക്ക് ഡൈഇലക്ട്രിക് മീഡിയം എയർ ആണ്. സോ എൽ ഇൻഡക്ടൻസ്, സി കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ഇവിടെ പറയാം, ഹെർട്സ് അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് 2 മെറ്റൽ പ്ലേറ്റ്സ് എ ആൻഡ് ബി, 2 spheres connected very close to as shown in the figure. So between A and B, a high tension supply is connected. A metal detector M is connected at suitable distance from the spheres. So by working high tension supply, plate A becomes fully negative charge, plate B becomes fully positive charge. So as the specialty sphere accumulates the charge. So negative charge accumulated by the sphere A, positive charge accumulated by sphere B. So positive charge and negative charge very close to each other. Electric discharge will happen and the charge disappears. By using high tension supply, it is charged once again and suddenly discharged, again suddenly charged by high tension supply, again discharged, and a spark is produced at the gap between A and B. So charging, discharging. Simultaneously, it will produce an oscillating charge which will produce an electromagnetic wave which is detected by the metal detector M. എന്താണെന്ന് എഴുതിക്കോ, ഡയഗ്രം ഒന്ന് വരയ്ക്കാം, എഴുതിക്കോ. Hertz apparatus consists of 2 metal sheets connected to a source of high voltage like induction coil. The plates are connected to 2 metal spheres A and B, leaving a small gap between them. The plates are charged to high voltage
high voltage. The plates are charged to a high voltage by induction coil. Due to this high voltage, air in the small gaps between the spheres gets ionized. As a result, air become conducting and plate gets discharged, producing a spark in the gap. When discharge is over, plates get charged again by the induction coil. Full stop. The plates thus get charged and discharged alternatively. Frequency of oscillation is given by F equal to 1 by 2 pi root LC, where C is the capacitance of the capacitor formed by the pair of plates, and L inductance of the medium between the spheres. With this arrangement, Hertz succeed in producing electromagnetic waves of wavelength above 6 meter. The detector capital M is a loop of wire, LOOF, loop of wire, as shown in figure. The magnetic field setup by the oscillating charges perpendicular to the plane of the loop. The oscillating magnetic field induces an electromagnetic field which causes sparks in the narrow gap of the detector. Full stop. Thus the arrangement detects electromagnetic waves produced by the oscillating charge. Diagram ഒന്ന് വരക്കാത്തവർ വരയ്ക്കുക. പ്ലേറ്റ് എ, പ്ലേറ്റ് ബി.